പാർക്കുകളെ മദ്യനയത്തിന്റെ വിതരണം ഉടൻ തുടങ്ങും. നിർദ്ദേശങ്ങൾക്ക് നിയമസഭാ സമിതി അംഗീകാരം നൽകി. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തിന് ശേഷം തുടർ നടപടിയുണ്ടാകും. പ്രതിപക്ഷ എംഎൽഎമാരുടെ എതിർപ്പ് മറികടന്നാണ് സർക്കാർ നീക്കം. 1-ാം തീയതിയിലെ ഡ്രൈ ഡേ ഒഴിവാക്കണമെന്ന നിർദ്ദേശവും സർക്കാരിന്റെ പരിഗണനയിലുണ്ടെന്നാണ് സൂചന. IT പാർക്കുകളിലെ മദ്യനയം അത് കഴിഞ്ഞ ഒരു വർഷമായി സർക്കാരിന്റെ പരിഗണനയിലുള്ള ഒരു വിഷയമാണ്. IT പാർക്കുകളിൽ മദ്യശാലകൾ അനുവദിക്കുമെന്ന സൂചനകൾ ഉണ്ടായിരുന്നു. അപ്പം ഡ്രൈ ഡേയുമായി ബന്ധപ്പെട്ട ചില വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. കാരണം ഡ്രൈ ഡേ അടക്കം ഒഴിവാക്കിയാൽ 15,000 കോടി രൂപയുടെ അധിക വരുമാനം സർക്കാരിന് മദ്യവിതരണത്തിലൂടെ വിൽപ്പനയിലൂടെ ലഭിക്കുമെന്നാണ് വിദഗ്ധ സമിതി ശുപാർശ നൽകിയിരിക്കുന്നത്. സ്വാഭാവികമായും വരുമാനമില്ലാത്ത സർക്കാർ, ശമ്പളത്തിന് പോലും പണം ഇല്ലാത്ത സർക്കാർ ഒരുപക്ഷേ ഇത്തരത്തിൽ തീരുമാനമായി മുന്നോട്ട് പോയേക്കും എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഏതായാലും IT പാർക്കുകളിലെ മദ്യവിതരണം അടക്കമുള്ള കാര്യങ്ങളിൽ തീരുമാനമുണ്ടായേക്കും എന്നുള്ള വിവരങ്ങളും ഇഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. അതിന്റെ വിശദാംശങ്ങൾ VV അരുൺ നൽകും എന്ന് പ്രതീക്ഷിക്കുന്നു. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തിന് ശേഷമാകും ഇതുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ ഉണ്ടാവുക എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. പെരുമാറ്റച്ചട്ടത്തിന് ശേഷമാണ്, പെരുമാറ്റച്ചട്ടം അവസാനിച്ച ശേഷമാകും ഒരു പക്ഷേ ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് കാര്യങ്ങൾ പോവുക എന്നാണ് ലഭിക്കുന്ന വിവരം എന്നാണ് മനസ്സിലാകുന്നത്. പ്രതിപക്ഷത്തിന്റെ എതിർപ്പ് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുണ്ട്. IT പാർക്കുകളിൽ മദ്യവിതരണവുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷത്തിന്റെ എതിർപ്പ് നിലനിൽക്കുന്നുണ്ട്. അത് അവഗണിച്ചുകൊണ്ടാണ് സർക്കാർ നീക്കം. നിയമസഭാ സമിതി ഇതുമായി ബന്ധപ്പെട്ടുള്ള അംഗീകാരം നൽകി കഴിഞ്ഞു. VV അരുൺ ചേരുന്നു. അരുൺ, എന്തൊക്കെയാണ് മദ്യനയത്തിൽ സർക്കാർ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്ന കാതലായ മാറ്റങ്ങൾ? രഞ്ജിത്ത്, 2 വർഷം മുമ്പുള്ള സംസ്ഥാന സർക്കാരിന്റെ എക്സൈസ് നയത്തിലാണ്, മദ്യനയത്തിലാണ് IT പാർക്കുകളിൽ മദ്യശാലകൾ തുടങ്ങാനുള്ള നിർദ്ദേശം വന്നത്. ആ നിർദ്ദേശം അന്ന് പല വലിയ എതിർപ്പുകൾ ഉയർന്നതിനെ തുടർന്ന് സർക്കാർ അതിന് മെല്ലെപ്പോക്കായിരുന്നു. കഴിഞ്ഞ തവണയും ഈ IT പാർക്കുകളിലെ മദ്യശാലകൾ തുടങ്ങുമെന്ന തീരുമാനത്തിൽ സർക്കാർ ഉറച്ചു നിന്നു. ഇപ്പോഴാണ് അതുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ചട്ടങ്ങൾ രൂപീകരിക്കുന്നത്. നിയമസഭാ സബ്ജക്ട് കമ്മിറ്റിയുടെ പരിഗണനയിലായിരുന്നു ഇത്രയും നാൾ ഈ വിഷയം. നിയമസഭാ സബ്ജക്ട് കമ്മിറ്റി പ്രതിപക്ഷം ഇപ്പോഴും എതിർപ്പ് ഉന്നയിക്കുന്നുണ്ട്. മദ്യശാലകൾ തുടങ്ങുന്നത് ശരിയായ രീതിയല്ല എന്ന് പ്രതിപക്ഷത്തു നിന്നുള്ള തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, K ബാബു ഉൾപ്പെടെയുള്ളവർ വാദിച്ചു. എല്ലായിടത്തും അനായാസം ഇഷ്ടം പോലെ മദ്യ ലൈസൻസ് കൊടുക്കുന്നതിന്റെ കാരണം IT പാർക്കുകളിൽ നിരവധി കമ്പനികളുണ്ട്. അതിൽ കൃത്യമായ വ്യക്തത വേണം എന്നൊരു നിർദ്ദേശം അവർ മുന്നോട്ട് വെച്ചു. അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് അവർ എതിർപ്പ് മറികടന്നുകൊണ്ടും സർക്കാർ തീരുമാനമായി മുന്നോട്ട് പോവുകയാണ്. നേരത്തെ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് ഇത്തരം ആലോചനയിലേക്ക് സർക്കാർ കടന്നത്. മുഖ്യമന്ത്രിയെ കാണാനെത്തുന്ന ബഹുരാഷ്ട്ര കമ്പനികളിൽ നിന്നുള്ളവർ തലസ്ഥാനത്തുമൊക്കെ IT പാർക്കുകളോട് ചേർന്ന് വലിയ കമ്പനികൾ തുടങ്ങാൻ വരുന്നവർ അവരുടെ ജീവനക്കാർക്ക് ഇല്ലാത്ത വേലകൾ അതിനുള്ള സാധ്യതയില്ലാത്ത അവസ്ഥയുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയിരുന്നു. അതുകൊണ്ടാണ് അത് മറികടക്കാൻ സർക്കാർ അത്തരമൊരു തീരുമാനത്തിലേക്ക് പോയത്. ക്ലബ് ഫീസ 20 ലക്ഷം രൂപ ഈടാക്കാൻ ഇപ്പോഴത്തെ ആലോചന. സാധാരണ ബാറുകളുടെ പ്രവർത്തന സമയം പോലെ രാവിലെ 11 മുതൽ രാത്രി 11 വരെ IT പാർക്കുകളിലെ മദ്യശാലകൾക്കും പ്രവർത്തിക്കാം. ബ്യൂറേസ് കോർപ്പറേഷന്റെ ഗോഡൌണിൽ നിന്ന് മദ്യം വാങ്ങി മദ്യശാല വിതരണം ചെയ്യാനാണ് തീരുമാനം. ജോലി സമയത്ത് ജീവനക്കാർ മദ്യപിക്കുൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ അതത് കമ്പനികളാണ് ആ കാര്യം നിയന്ത്രിക്കേണ്ടത്. പുറത്തുനിന്നുള്ളവർക്ക് മദ്യശാലകളിൽ പ്രവേശനം ഉണ്ടാകില്ല. കമ്പനികളുടെ ഗസ്റ്റുകളാണെങ്കിൽ മാത്രമേ ആ രീതിയിൽ പ്രവേശിക്കാനാകൂ. ലൈസൻസ്, പ്രത്യേക ലൈസൻസ് FL4C എന്ന പേരിൽ പുതിയ ലൈസൻസ് ആണ് ഈ മദ്യശാലകൾക്ക് നൽകുക. സബ്ജക്ട് കമ്മിറ്റിയുടെ ഭേദഗതികളോടുകൂടി അധികം വൈകാതെ നിർദ്ദേശങ്ങൾ എക്സൈസ് വകുപ്പിന് മുൻപാകെ വരും. മന്ത്രിസഭ നേരത്തെ മദ്യനയത്തിന് അംഗീകാരം നൽകിയതാണ്. ഈ മദ്യശാല തുടങ്ങാൻ തീരുമാനത്തിന് അംഗീകാരം നൽകിയത്. അതുകൊണ്ട് തന്നെ മന്ത്രിസഭയുടെ അനുമതി ഇനി വേണ്ട. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം മാറിയ ശേഷം ഇതുമായി ബന്ധപ്പെട്ട നടപടികൾ കുറച്ചുകൂടി വേഗത്തിലേക്ക് സർക്കാർ നീക്കും. അധികം വൈകാതെ IT പാർക്കുകളിൽ മദ്യശാലകൾക്കുള്ള ലൈസൻസ് നൽകാനാണ് സർക്കാരിന്റെ തീരുമാനം. മറ്റൊരു കാര്യം കൂടി, സംസ്ഥാനത്തെ പുതിയ മദ്യനയവുമായി ബന്ധപ്പെട്ട നിരവധി ചർച്ചകൾ നടക്കുന്നുണ്ട്. നേരത്തെ തന്നെ ടൂറിസം മേഖലയിലുള്ളവർ ഈ ഡ്രൈ ഡേ, 1-ാം തീയതിയിലെ ഡ്രൈ ഡേ ഒഴിവാക്കണമെന്ന ആവശ്യം സർക്കാരിന് മുൻപ് വയ്ക്കുന്നതാണ്. അന്ന് സർക്കാർ അനുകൂലമായിരുന്നുവെങ്കിലും വലിയ എതിർപ്പ് പല മേഖലകളിലും പല കോണുകളിൽ നിന്ന് ഉയർന്നതിനെ തുടർന്ന് തീരുമാനം പിന്നോട്ട് പോവുകയായിരുന്നു. ഇപ്പോൾ സജീവമായി തന്നെ ടൂറിസം മേഖലകളിലെ ആവശ്യം പരിഗണിച്ച് 1-ാം തീയതി ഡ്രൈ ഡേ ഒഴിവാക്കാൻ സർക്കാർ ആലോചിക്കുന്നുണ്ട്. ഈ മദ്യത്തിൽ അത് ഉൾപ്പെടുത്താനുള്ള സാധ്യതയാണ് ഏറെയും. മാത്രമല്ല, ഈ ടൂറിസം മേഖലകളിൽ ബിയർ വൈൻ വിതരണത്തിന് പ്രത്യേക ലൈസൻസ് നൽകാൻ കഴിഞ്ഞ മന്ത്രിസഭയും കഴിഞ്ഞ മദ്യനയവും തീരുമാനമെടുത്തിരുന്നു. ആ തീരുമാനവും വേഗത്തിലാകും. തെരഞ്ഞെടുപ്പ് പെരുമാറ്റത്തിന് പിൻവലിച്ച ശേഷം ഈ തീരുമാനങ്ങളിലേക്കും പുതിയ മദ്യനയം പ്രഖ്യാപനത്തിലേക്കും സർക്കാർ കടന്നു. അതായത് 2 പ്രധാനപ്പെട്ട തീരുമാനങ്ങളാണ്. നമുക്കിടെ സംസ്ഥാനത്തിന്റെ പ്രധാന വരുമാന സ്രോതസ്സുകളിലൊന്ന് മദ്യം തന്നെയാണ്. മദ്യവും ലോട്ടറിയുമാണ്. നമുക്കറിയാം അരുണത്. അവിടെ ഈ 15,000-ഓളം കോടി രൂപയുടെ അധിക വരുമാനം സർക്കാർ ഈ ഡ്രൈ ഡേ ഒഴിവാക്കുന്നതുമായി ബന്ധപ്പെട്ട് ലക്ഷ്യം വെക്കുന്നു. ഒപ്പം ഇതുവരെ മദ്യം ലഭ്യമാകാത്ത ഒരു മേഖലയിലാണ് പുതുതായി മദ്യവിതരണത്തിനുള്ള ലൈസൻസ് നൽകാൻ പോകുന്നത്. പ്രായോഗികമായി ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കാവുന്ന വിഷയങ്ങളാണ്. അപ്പോൾ ഇതിന്റെയൊക്കെ
എതിർപ്പുകളും പ്രത്യാഘാതങ്ങളും ഒക്കെ എല്ലാം മനസ്സിലാക്കിയുള്ള ദീർഘവീക്ഷണത്തോടുകൂടിയുള്ള ഇടപെടലാണോ സർക്കാരിന്റെ ഭാഗത്തു നിന്ന്? തീർച്ചയായും ടൂറിസം മേഖലയാണ് ഈ പ്രധാനപ്പെട്ട ഒരു വരുമാന മാർഗം സംസ്ഥാനത്ത്. ഈ അവിടെ ഡ്രൈഡേയിൽ മദ്യമില്ലാത്തത് പലപ്പോഴും അവിടെ എത്തുന്ന വിദേശ വിനോദസഞ്ചാരികളും ആഭ്യന്തര വിനോദസഞ്ചാരികളും അവരുടെ എതിർപ്പിന് ഇടയാക്കുന്നുണ്ട്. അവിടെ ആളുകൾ വരാതിരിക്കാനുള്ള കാരണങ്ങളിലൊന്നായി ടൂറിസം മേഖലയുള്ളവർ പറയുന്നത് ഇത്തരം പ്രശ്നങ്ങളാണ്. മദ്യശാലകൾ തുറന്നു പ്രവർത്തിക്കാൻ അനുവദിക്കുന്നില്ല. അതിനൊരു പരിഹാരം വേണമെന്ന നിർദ്ദേശമാണ് സർക്കാർ ആ രീതിയിൽ പരിഗണിച്ച് ഡ്രൈഡേ ഒഴിവാക്കിയാൽ ആ രീതിയിൽ വലിയ വരുമാനം ലഭിക്കുന്നത് മാത്രമല്ല ടൂറിസ്റ്റുകളെ ആകർഷിക്കാനും അത് സഹായകമാകും. നേരത്തെ തന്നെ ഈ മദ്യശാല ലൈസൻസ് ഉള്ളത് മാത്രമല്ല ടൂറിസം സീസൺ പ്രത്യേക കാലയളവ് തീരുമാനിച്ച് ടൂറിസം സീസണുകളിലേക്ക് ബിയറും റെസ്റ്റോറന്റുകൾക്ക് കൂടി ബിയറും വൈനും വിതരണം ചെയ്യാനുള്ള ലൈസൻസ് നൽകാനും സർക്കാർ നേരത്തെ കഴിഞ്ഞ മധ്യത്തിൽ നിർദ്ദേശിച്ചതാണ്. അതിന്റെ ചട്ടങ്ങളും ചട്ടരൂപീകരണവും അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. IT പാർക്കുകളുടെ മദ്യശാല നേരത്തെ തന്നെ സർക്കാരിന്റെ തീരുമാനമാണ്. അത് ഈ പല നിയമക്കുരുക്കുകളിൽ സാങ്കേതിക തടസ്സങ്ങളിൽ കുരുങ്ങി വൈകിപ്പോയതാണ്. അധികം വൈകാതെ IT പാർക്കുകളിൽ മദ്യശാലകൾ ആരംഭിക്കും. വ്യവസായ പാർക്കുകളിലും മദ്യശാല തുടങ്ങാൻ കഴിഞ്ഞ മന്ത്രിനയം നിർദ്ദേശിച്ചിരുന്നു. ആ നിർദ്ദേശവും സർക്കാരിന്റെ പരിഗണനയിലാണ്. വ്യവസായ വകുപ്പിന്റെ പരിഗണനയിലാണ് വിഷയമുള്ളത്. അതിൽ ഒരു പക്ഷേ കുറച്ചുകൂടി വൈകലുണ്ടാകാം. കാരണം ഇത് നിയമസഭാ സബ്ജക്ട് കമ്മിറ്റിയൊക്കെ ചർച്ച ചെയ്ത ശേഷം ആ കാര്യങ്ങളിലേക്ക് കടക്കുകയുള്ളൂ. ഏതായാലും പ്രതിപക്ഷം ഇപ്പോഴും IT പാർക്കുകളിലെ മദ്യനയത്തിന്റെ കാര്യത്തിലും വിരുദ്ധ അഭിപ്രായമാണ്.